MP ജയരാജൻ PP ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടി ചില നീക്കങ്ങളൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. കാരണം കുടുംബം കൊലപാതകം എന്ന് പറയുമ്പോൾ ദിവ്യ പിന്നെ ആത്മഹത്യാ പ്രേരണാ കുറ്റം എങ്ങനെയാണ് നിലനിൽക്കുന്നത്, ദിവ്യ അപ്പോൾ സേഫായില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പൊതുസമൂഹത്തിനിടയിൽ ചോദിച്ചുകൊണ്ട് MP ജയരാജൻ പല നീക്കങ്ങളും PP ദിവ്യയെ രക്ഷിക്കാൻ നോക്കിയെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ദിവ്യ നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ ദിവസം വന്നത് എന്തിനാണ്? ദിവ്യ വന്നിട്ട് പറഞ്ഞത് എന്താണ്? നവീൻ ബാബു കൈക്കൂലിക്കാരനാണ്, അതുകൊണ്ട് എങ്ങനെയാണ് NOC കിട്ടിയതെന്ന് എനിക്കറിയാം, ഈ പണി തന്നെ പത്തനംതിട്ടയിലും പോയി നടത്തരുത്. അതൊരു ഭീഷണിയുടെ കൂടെ സ്വരമുണ്ടായിരുന്നു, കേൾക്കുന്നവർക്കറിയാം. മാത്രമല്ല സിവിൽ ഡെത്ത് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി PP ദിവ്യ അവിടെ ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും CPM-ലുള്ളവർ പറഞ്ഞ സമഗ്രമായ അന്വേഷണം നടക്കട്ടെ, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിലും അന്വേഷണം വേണം, വാങ്ങിയിട്ടില്ല എങ്കിലും അന്വേഷണം വേണം എന്നൊക്കെയുള്ള പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ CPM-നകത്ത് നിന്ന് വന്നു. ആദ്യം രണ്ട് ഭാഗമായി തിരിഞ്ഞുകൊണ്ട് ദിവ്യയോടൊപ്പം നിൽക്കുന്ന കുറേ പേർ, നവീൻ ബാബുവിനോടൊപ്പം നിൽക്കുന്ന കുറേ പേർ, അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന കുറേ പേർ,